നമ്മൾ ക്രിസ്ത്യാനികളുടെ നോയമ്പ് തുടങ്ങിയില്ലേ. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പള്ളിയിൽ ചെന്നപ്പോഴേ കുമ്പസാരക്കൂടിൻ്റെ അടുത്ത് വലിയൊരു ക്യൂ ആണ്. സന്തോഷം തോന്നി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ഒരു ക്യൂ കണ്ടപ്പോഴേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുമ്പസാരിച്ച് മനസ്സൊക്കെ ശുദ്ധമായിട്ട് നോയമ്പ് തുടങ്ങാൻ പോവുകയാണല്ലോ എന്ന് ഓർത്തപ്പം നമുക്കൊരു അത് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ. അങ്ങനെ ഒരു സന്തോഷം. അപ്പോൾ നോയമ്പ് പലരും മിക്കവാറും ആൾക്കാർ നോയമ്പ് നോക്കും, അതായത് നോൺ വെജ് ഒഴിവാക്കും. അപ്പോൾ ചിലരെ ഇറച്ചി മീനും ഒഴിവാക്കും, ചിലരെ ഇറച്ചി മീനിൻ്റെ കൂട്ടത്തിൽ മുട്ടയും പാലും ഒക്കെ ഒഴിവാക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ നോയമ്പ് നോക്കണ സമയത്തെ. അപ്പം നമുക്ക് എന്തെങ്കിലും ആരോഗ്യക്കുറവുണ്ടെങ്കിൽ, ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആരോഗ്യക്കുറവുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേക ഭക്ഷണം കഴിച്ചിരിക്കേണ്ടവരാണെങ്കിൽ, ഇറച്ചി ആയിക്കോട്ടെ, മീനായിക്കൊള്ളട്ടെ, മുട്ടയോ പാലോ എന്തോ ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്കറിയാം നമുക്ക് ഇന്ന ഭക്ഷണം ആവശ്യമാണ് എന്നറിയാമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നോയമ്പ് നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആ ഭക്ഷണം കഴിച്ചിരിക്കണം എന്തായാലും. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. രോഗികളായിട്ട് എത്രയോ പേര് കിടപ്പിലൊക്കെ കിടക്കുന്ന എത്രയോ പേര് ആവശ്യ നിലയിലായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആരോഗ്യം നോക്കുക, നല്ല രീതിയിൽ നോക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അപ്പോൾ ഇങ്ങനെ നോയമ്പ് നോക്കി നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കാതിരിക്കുക. അപ്പോൾ ഈ നോയമ്പ് നോക്കുന്ന ആൾക്കാർ അതിനനുസരിച്ച് പച്ചക്കറികളും പഴങ്ങളും അതുപോലെയുള്ള ഭക്ഷണങ്ങളെല്ലാം അതിനനുസരിച്ചുള്ള പോഷകങ്ങൾ നമുക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക എന്നുകൂടി ഓർക്കുക. പിന്നെ നോയമ്പ് നോക്കുക എന്നുള്ളതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു ത്യാഗം ചെയ്യുക. അതായത് കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് നോൺ വെജ് എന്ന് പറയുന്നത്. ചില ആൾക്കാർക്കൊക്കെ നോൺ വെജ് കൂടാതെ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരായിട്ടുള്ളവരുണ്ട്. അപ്പം അത് ഉപേക്ഷിക്കുമ്പം നമ്മൾ അതിലൂടെ ഒരു ത്യാഗമാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇഷ്ടമില്ലാത്ത ആൾക്കാർ നോയമ്പ് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം ചിലർക്ക് ബീഫ് ഇഷ്ടമല്ല. അപ്പം ബീഫ് ഇഷ്ടമില്ലാത്തവർ ചിക്കൻ കഴിക്കും, ബാക്കി മീനെല്ലാം കഴിക്കും. അപ്പം ബീഫിന് വേണ്ടിയിട്ട് നോയമ്പ് നോക്കും. അപ്പം അങ്ങനെ നോക്കിയിട്ട് ഒരു ത്യാഗമല്ലല്ലോ അതുകൊണ്ടൊരു ഉപകാരമില്ല. അതിന് നോയമ്പെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിച്ചിട്ട് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കുക അല്ല നോയമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒഴിവാക്കി നമ്മളൊരു ത്യാഗം ചെയ്യുക എന്നതാണ് നോയമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ചുമ്മാ ഇങ്ങനെ നോയമ്പ് നോക്കാതെ നമ്മൾ ആ നോയമ്പ് നമ്മൾ എടുക്കുന്ന ആ ഒരു ത്യാഗം ഉണ്ടല്ലോ, അതെന്തെങ്കിലും പുണ്യപ്രവർത്തിക്കായിട്ട്, അതായത് ചിലപ്പോൾ ഒരു രോഗിയുടെ സൗഖ്യത്തിനായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിന് സമർപ്പിക്കുക. പിന്നെ ഭക്ഷണത്തിൽ എല്ലാ ആൾക്കാർക്കും ഒരേപോലെ നോയമ്പ് നോക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ കുട്ടികളാണെങ്കിലും മുട്ടായി, ചോക്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കാം. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അച്ചാർ ഭയങ്കര ഇഷ്ടമായി. ഇപ്പം എവിടെ അച്ചാർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എടുത്തെടുത്ത് കഴിക്കും. ചുമ്മാ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ നിന്നല്ല, അല്ലാതെ ചുമ്മാ അച്ചാർ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ചെടുത്ത് കഴിക്കും. അപ്പം ആളെന്ത് ചെയ്യുമായിരുന്നു? നോയമ്പ് നോക്കും, അച്ചാറിന് നോയമ്പ് നോക്കി ഒരു അഡിക്ഷൻ മാറ്റിയെടുത്തു. അപ്പം പിന്നെ അതുപോലെ എന്തെങ്കിലും, ഇപ്പോൾ ചില ആൾക്കാർക്കുണ്ട് ഭക്ഷണത്തിന് ശേഷം എന്തെങ്കിലും ഒരു മുട്ടായിയോ ഒരു പഴം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വീറ്റ് ഐറ്റംസ് കഴിക്കണമെന്ന് നിർബന്ധമുള്ളവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ആ ഒരു സാധനം ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ ഒത്തിരി ഇഷ്ടമായിട്ടുള്ളവർ, അതിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ, എല്ലാ ദിവസവും ബേക്കറി സാധനങ്ങൾ വേണം, എല്ലാ ദിവസവും ബേക്കറിയിൽ പോയിട്ട് ജ്യൂസ് കുടിക്കണം, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരൊക്കെ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന, ഇപ്പം നോയമ്പ് നോക്കാൻ പറ്റിയ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം മദ്യപാനം, പുകവലി ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്റ്റ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും കുറച്ച് നേരമെങ്കിലും ഈ നമ്മുടെ മൊബൈലും സാധനങ്ങളൊക്കെ ഒഴിവാക്കി സോഷ്യൽ മീഡിയ കാണാതെ ഇരുന്ന് ഇപ്പോൾ 1 മണിക്കൂർ നേരത്തേനെങ്കിലും അതൊന്ന് ഒഴിവാക്കി ആ നേരത്തേന് നമ്മൾ വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. നമുക്ക് വേറെ ഈ നോയമ്പ് നോക്കണത് കൂടാതെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് ആവുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക. ഇപ്പം എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ ഒരു ദിവസത്തിൽ ഒരു കൊന്തെങ്കിലും വെച്ച്, ഇപ്പം സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നത് കൂടാതെ ഒരു ദിവസം ഒരു കൊന്ത വെച്ചെങ്കിലും ചെല്ലാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേക സമയം കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ ചൊല്ലാമല്ലോ.
അങ്ങനെ മനസ്സിൽ ചൊല്ലി ഒരു ദിവസം ഒരു കൊന്ത വെച്ചെങ്കിലും ചെല്ലുക. ദിവസവും ബൈബിള് വായിക്കുക. ഒരധ്യായം മുഴുവൻ വായിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ചെറിയൊരു പാരഗ്രാഫ്, ഒരു 2-3 സെൻറ്റൻസ് എങ്കിലും വായിക്കുക ബൈബിള്. പിന്നെ എന്താണ്, കുരിശിൻ്റെ വഴി ചെല്ലാൻ പറ്റുന്നവർ അത് ചെയ്യുക. പിന്നെ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പോവുക, പ്രാർത്ഥിക്കുക. പിന്നെ നമ്മൾക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റണം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ദിവസം രാത്രിക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് കട്ടിലിൽ തന്നെ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നത്തെ ഒരു ദിവസം ചെയ്തിരിക്കുന്ന എല്ലാ നന്മ പ്രവർത്തികളും, ഞാൻ ചൊല്ലിയിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ച് നോക്കിക്കേ. ഇപ്പം എന്തെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടിയിട്ട്, ഇപ്പം എൻ്റെ അടുത്തുള്ള ഒരു രോഗി ഉണ്ടെങ്കിൽ, ഞാൻ ഇന്നത്തെ ദിവസം ചൊല്ലിയിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും, ഞാൻ ഇന്നത്തെ ദിവസം ചെയ്തിരിക്കുന്ന എല്ലാ നന്മകളും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ രോഗിയെ സുഖപ്പെടുത്തണേ എന്നൊന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഓരോ ദിവസവും നമുക്ക് ഓരോ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പം നമ്മളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മിക്കവാറും നമ്മളെല്ലാവരും തന്നെ നമ്മളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നത്. അപ്പം നമ്മുടെ ചുറ്റുപാടിലുള്ള എല്ലാ ആൾക്കാർക്കും ഓരോരോ ആവശ്യങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. നമ്മൾ ചിലരെയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ എന്തോ ഒരു സന്തോഷം, അവർക്ക് സമ്പത്തുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, ഒന്നിനും ഒരു കുറവില്ല, അപ്പോൾ അവർക്ക് എപ്പോഴും സന്തോഷമാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഓർക്ക് നമ്മളുടെ ചുറ്റിനുള്ള ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, വേദനകളുണ്ടാകും, വിഷമങ്ങളുണ്ടാകും, ആവശ്യങ്ങളുണ്ടാകും. എല്ലാവരും 100% സന്തോഷത്തിലല്ല ജീവിക്കുന്നത്. എല്ലാവർക്കും കുറവുകളും ഉണ്ട്, സന്തോഷവും ഉണ്ട്, ബുദ്ധിമുട്ടുകളും ഉണ്ട്, പ്രയാസങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അപ്പം നമുക്ക് ചുറ്റുമുള്ള നമ്മൾക്കറിയാവുന്നവർക്ക് ആർക്കെങ്കിലും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഓരോ ദിവസത്തെ നന്മ പ്രവൃത്തിയും ഓരോ ദിവസത്തെ പ്രാർത്ഥനയും ദൈവത്തിന് സമർപ്പിക്കുക. നമ്മളിങ്ങനെ സമർപ്പിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ, ദൈവം നമുക്ക് അതിൻ്റെ ഇരട്ടി പ്രതിഫലം ദൈവം നമുക്ക് തരും. നമ്മളുടെ ആവശ്യങ്ങളിൽ നമ്മളെ ദൈവം അറിഞ്ഞ് നമ്മളെ സഹായിക്കും. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും ദൈവത്തിന് അറിയാം ഇന്ന ആൾക്ക് ഇന്ന ആവശ്യമുണ്ടെന്ന്. അപ്പം നമ്മളുടെ മനസ്സ് കണ്ട്, നമ്മളുടെ മനസ്സിൻ്റെ വിശുദ്ധി, നമ്മുടെ മനസ്സിൻ്റെ നിഷ്കളങ്കത കണ്ട് ദൈവം നമ്മളെ സഹായിക്കും എന്നോർക്കുക. പിന്നെ രോഗികളെ സന്ദർശിക്കാൻ പറ്റുന്നവർ രോഗികളെ സന്ദർശിക്കുക. പിന്നെ എന്താണ്, ആവശ്യമുള്ള ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യാൻ പറ്റുന്നവർ അതങ്ങനെ ചെയ്യുക. ആവശ്യമുള്ളവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ, ഇപ്പം നമുക്ക് ചുറ്റിലുള്ള ആൾക്കാരൊക്കെ ഒത്തിരി ആവശ്യങ്ങളും സഹായങ്ങളൊക്കെ ആവശ്യമാണല്ലോ. അപ്പം നമ്മളത് അറിഞ്ഞ് സഹായിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കതൊരു സന്തോഷമാണ്. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മളുടെ ഒരു ദിവസം നമ്മൾക്ക് വിഷമിച്ചിരിക്കുന്ന ഒരാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർത്താൻ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം നമുക്കാവുന്ന രീതിയിൽ നന്മകൾ ചെയ്ത് ഈ നോയമ്പ് കാലം വിശുദ്ധമാക്കി തീർക്കാനും, നമുക്കാവുന്ന രീതിയിൽ വിശുദ്ധമാക്കി തീർക്കാനും, നമുക്കാവുന്ന രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ച് അങ്ങനെ നല്ല ഒരു നോയമ്പ് കാലം എല്ലാവർക്കും ആചരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.